ഇവൻ തെറ്റുകാരനാണ്, അതിന്റെ കുറ്റബോധത്തിൽ ചെയ്തു, പ്രതിയായി ചേർക്കപ്പെട്ട കാരണം ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു അങ്ങനെ പറയും. അങ്ങനെ മാറും. അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിച്ചു, അങ്ങനെയും ചിന്തിക്കും. എവിടെയെങ്കിലും ഈ വ്യക്തി ഇതേപോലത്തെ ഒരു ആക്ടിവിറ്റി ചെയ്തതായിട്ട് ആരെങ്കിലും പറഞ്ഞു? അയാളെ മുഖം അടക്കാണ് ആ ലേഡി ഇട്ടിട്ടുള്ള, ആരും പറഞ്ഞിട്ടില്ല. ഇവരത് കേസ് ആയിട്ട് മുന്നോട്ട് പോകാനും ഇവർ റെഡിയല്ല. പൊതുപ്രവർത്തകയായിട്ടും അങ്ങനെ ഒരു മാതൃക കാണിക്കാൻ അവർ റെഡിയല്ല. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നു. എന്തെന്നാ ഇതാണോ സൈക്കോളജി പഠിച്ച ഒരാൾ ചെയ്യുക? തുടക്ക സമയത്തൊക്കെ നോക്കിയപ്പോൾ മസ്താനിയുടെ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ഭയങ്കരമായിട്ട് കൂടി. ആളുകൾ ഭയങ്കര അവെയറായി തുടങ്ങി. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പ്രതികരിക്കാം. അപ്പോൾ സവാദിനെ എന്തായാലും വിളിപ്പിക്കാൻ ഇറങ്ങാത്ത? സവാദിനെ മതം പറഞ്ഞ് കുറേ ടീം വിളിപ്പിക്കാൻ ഇറങ്ങിയിരുന്നു. രണ്ടാമതും കയറി ബസ്സിൽ കയറി ഇതേ തെമ്മാടിത്തരം കാണിച്ചപ്പോൾ ആളെ മനസ്സിലായി, എല്ലാവരും സ്കൂട്ടായി. ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ളവരെ, ഞാൻ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, ശ്രീലക്ഷ്മി അറപ്പ്, അതിൽ കൂടുതൽ വാക്കില്ല. ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, ഈ 60-70 കഴിഞ്ഞവരുടെ ഒരു വിളയാട്ടം കൂടുതലാണ്. സത്യഭാമ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. കലാഭവൻ സത്യഭാമ, അവർക്കറിയായ ഏജിൽ അവരാരും ഒന്നും പറയാൻ പോകില്ല. സോളിഡ് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. ആണിന് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇല്ല എന്നുള്ളൂ, ബട്ട് ഇറ്റ്സ് ദെയർ. സ്ത്രീകൾക്ക് തന്നെയാണ് ഇപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. വട്ടിയൂർക്കാവ് അജിത് കുമാർ, ഇയാളാണ് മെൻസ് അസോസിയേഷൻ്റെ മെയിനായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യേനെ, പൈസ കയ്യിൽ വന്ന സ്വന്തം ഭാര്യേനെ, അമ്മേനെ തീയിട്ട് ചുടുന്നു പറഞ്ഞതാണ്. ഇന്ത്യയിൽ നിന്ന് വോയിസ് ഇരിക്കും. ഞാനാണത് 24 ഹാഷ്മിക്ക് അയച്ചു. ഡിഫമേഷൻ വരും, ക്രിമിനൽ കേസ് വരും, പല രീതിയിലുള്ള ത്രെട്ടുകൾ വരും. നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഈ സാധനം കൊണ്ട് നമുക്ക് വരുന്നതിൻ്റെ അളവ് കുറയ്ക്കാനാണ് പോയി ഞാൻ നോക്കുന്നത്. എന്ത് ലൈഫിൽ സംഭവിച്ചാലും ഒരാൾക്കൂട്ട വിചാരണ എനിക്കെതിരെ വരും. ഞാൻ പ്രിപ്പയർഡാണ്. ലൈഫിൽ ഇനി എല്ലാവരും അങ്ങനെ ആവണം. എല്ലാം മുക്കും മൂലം അടയ്ക്കണം. അടച്ചു പൂട്ടിയിട്ടേ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ വിഷയം ഡ്രോപ്പ് ചെയ്യുകയാണ്. ആവശ്യമില്ല. നമ്മൾ അത്ര സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.